പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുവാണ് കേട്ടോ. രാവിലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിയാട്ടോ, എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വിഷമങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞു സങ്കടപ്പെടുകയൊന്നും ചെയ്യല്ലോ കേട്ടോ ചിന്നു അത്രയും ഉഷാറായിട്ട് മുമ്പോട്ട് പോകണം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടോ അതൊക്കെ തരണം ചെയ്ത് ചിന്നു ഇവിടം വരെ എത്തിയതാണ്. മിടുക്കി കുട്ടിയായിട്ട് ഉഷാറായിട്ട് മുമ്പോട്ട് പോകണമെന്നൊക്കെ ഒത്തിരി പേര് വിളിച്ച് സംസാരിച്ചു കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്കത്തെ വീഡിയോ കണ്ടിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമുക്ക് മോട്ടിവേഷൻ പോലെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഓരോരുത്തരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. നമ്മളെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ, ഓരോരുത്തരെയൊക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ശരിയാണ് കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോയുടെയൊക്കെ നിർത്തത്തില്ല കേട്ടോ. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഇത് ലാസ്റ്റായിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ വീഡിയോ ഇടത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മോളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക. ഇനി ഞാൻ എന്തായാലും ചാനൽ നിർത്തും എന്നൊരു തീരുമാനം എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇനി അങ്ങനൊരു തീരുമാനം എടുക്കില്ല. നമ്മളെ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും ഒക്കെ ഒരു വശത്തൂടെ നടക്കട്ടെ. നമുക്കതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് ഇങ്ങനെ പോവാം. അതാണ് എനിക്ക് തോന്നുന്നത്. ശരി തന്നെയാണ് കേട്ടോ, സത്യമാണ്. ഞാനിനി ഒരിക്കലും ചാനൽ നിർത്തുമെന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് എനിക്ക് ചുറ്റും എന്നെനിക്ക് മനസ്സിലായി കേട്ടോ. ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരമ്മ പ്രസവിച്ചാൽ മാത്രമല്ല കൂടപ്പിറപ്പുകളാവുന്നതെന്ന് എന്നെ ഓരോരുത്തരും വിളിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരൊക്കെ എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും മിടുക്കി കുട്ടിയായിട്ട് തീരുമാനം എടുത്തു. ഇനി ചാനലൊന്നും നിർത്തത്തില്ല. മുമ്പോട്ട് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് എന്നെ കൊണ്ടൊക്കെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. നമുക്ക് ഗ്യാസ് തീർന്നുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക, ഡേ മൈ ലൈഫ് പോലെയൊന്നും വലിയ വീഡിയോസൊന്നും എനിക്ക് കുക്കിംഗ് വീഡിയോസൊന്നും എടുത്തിടാൻ പറ്റാത്ത. എന്നാലും എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഇടുവാണ് കേട്ടോ. ഓരോരുത്തരെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓർമ്മ എനിക്ക് മനസ്സിലായി. എൻ്റെ ചെറിയ കൊച്ച് എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനെ വരുന്ന വിഷമിക്കുന്നത്. പിന്നെ നമ്മൾ ചാനൽ നിർത്താനും നമ്മളെ എന്താ പറയുക, നമ്മൾ അകത്തിരിക്കാനുമായിട്ട് ഓരോരുത്തരും നമ്മളെ പുച്ഛിച്ച് ഓരോന്ന് പറയുമ്പോൾ അവരോട് ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറം സൈഡിൽ കൂടെ നമ്മളെ ചാനലുമായിട്ട് ഉഷാറായിട്ട് മുമ്പോട്ട് തന്നെ പോകണം എന്നെനിക്ക് മനസ്സിലായി. പിന്നെ എന്നെ ഇതേപോലെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വരുന്നവർ എനിക്ക് ഞാനൊരു കാര്യം പറയാട്ടോ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്നോട് കളിയാക്കാൻ വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ നല്ല ഉഷാറായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എത്രത്തോളം എന്നെ തളർത്താൻ നോക്കും അത്രത്തോളം ഞാൻ ധൈര്യവും മനസ്സിന് അത്രയും ധൈര്യം കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്ത എല്ലാവരും കയറി സബ് ചെയ്യണം. നിങ്ങളെ വീട്ടിലൊരു എന്താ പറയുക, സ്വന്തം ഒരാളെപ്പോലെ എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ സ്നേഹിക്കുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് രാവിലെ ഞാൻ വന്ന് ഉറക്കം എണീറ്റിട്ട് കണ്ണും തിരുമ്പി ഇരിക്കുക കേട്ടോ. എനിക്ക് ഉറക്കം ശരിയായില്ല കേട്ടോ. രാത്രി ഇപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് ഉറങ്ങുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. രാത്രി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ അങ്ങ് കിടക്കും. കിടന്ന് ഏതാണ്ടൊരു വെളുപ്പിന് ഒക്കെ ആകുമ്പോൾ 3-4 മണിയാകുമ്പോഴാട്ടോ ഒന്ന് കണ്ണ് മയങ്ങുന്നേ. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും നമ്മളെ മിറ്റമൊക്കെ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പോഴത്തേക്ക് മീൻകാരൻ വന്നു കേട്ടോ. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മീൻകാരൻ വരും കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ചാളമീനാട്ടോ കിട്ടിയത്. മത്തിച്ചാളയല്ല, അല്ലാത്ത ചാള. അത് കൊണ്ടുവന്നിട്ടോ. ഞാൻ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അരി ഇടണമല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അടുപ്പിലാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കുക അതെന്താ ഇത്രയും ദിവസമായിട്ട് ഗ്യാസ് എടുക്കാത്തത്. നമുക്ക് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളത് എടുക്കും കേട്ടോ. 2-3 ദിവസം കൂടി. ഇപ്പോൾ അടുപ്പ് നമുക്ക് എന്താ പറയുക, വിറകൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. നമ്മൾ എങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ടാട്ടോ. ആരും ഒന്ന് നെഗറ്റീവായിട്ട് എടുക്കരുത്. പിന്നെ രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. ഇന്നലെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പം കേക്കും പഴവും മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാത്രി ഇവരാരും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ രാവിലെ ജോലിക്ക് വന്നപ്പോൾ അതെടുത്ത് കൊടുത്തു. കടിഞ്ചായ കേട്ടോ. എന്നിട്ട് കട്ടൻ കാപ്പിയാണ് കേട്ടോ, ഇന്ന് പാൽ ചായ ഇട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ മീനുണ്ടല്ലോ വൃത്തിയാക്കുന്നതിന് മുമ്പേ ചോറ് വെന്ത അടുപ്പിലോട്ട് മീൻ കറിക്ക് വേണ്ടി ഞാൻ മുളക് പൊടി, ഉള്ളി എല്ലാം കൂടി മൂപ്പിക്കുമല്ലോ, അതൊക്കെ അങ്ങോട്ട് വറുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പോയി മീൻ കണ്ടിക്കാനിരിക്കുക കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ നോക്കി കുറേ കാക്ക, കൊക്ക്, പൂച്ചയും
പട്ടിയൊന്നും വരാറില്ല കേട്ടോ. ഇവിടെ ചുറ്റും മതിൽക്കെട്ടും കയറ്റാണ്. പിന്നെ ബാക്കിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കൂടുതലും വരുന്നത് കാക്ക, കൊക്ക്. ഒരു കൊക്കുണ്ട് കേട്ടോ, ഭയങ്കര. ഞാൻ മീൻ കണ്ടിക്കാൻ വരുമ്പോൾ എല്ലാം എനിക്ക് ചിരിയാ. കാക്കകളോട്ട് എന്തൊരു മത്സരമാണെന്നറിയോ അത് കഴിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മോൾ അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ, കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, മീൻ കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. വറുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കുറച്ച് മീനേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വറുക്കണ്ട, മീൻ കറി വെക്കാം. കാരണം നമ്മൾ അരച്ച് വെച്ചില്ലെങ്കിലേ, ഞാൻ ഈ മുളക് പൊടിയും ഇതൊക്കെ മൂപ്പിച്ചങ്ങ് കറി വെച്ചാൽ ഒരു നേരത്തേക്ക് തികയുള്ളൂ. അരച്ച് വെക്കുവാണെങ്കിൽ നല്ലോണം തികയൂ കേട്ടോ. അപ്പം പിന്നെ ഞാൻ അരി നേരത്തെ ഒന്ന് ചരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒന്നും കൂടി ഞാൻ എടുത്തിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ബാക്കി വെള്ളം ഒന്നും കൂടി വാർത്തിട്ടതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ രാവിലെ തന്നെ ഞാൻ കുറേ തുണികൾ മുക്കി വെച്ചിട്ടാട്ടോ പോയി അടുക്കളയിൽ പോയി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അഴുക്കെല്ലാം പോയിരിക്കും കേട്ടോ. ഞാൻ കുളിറൂമിൽ അടിച്ചിട്ട് കഴുകാൻ എനിക്ക് കുറച്ച് വയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തെ തുണികളൊക്കെ തോനെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് വർക്കലയില ജോലി. അന്നേരം ഉച്ചയ്ക്ക് ചേട്ടന് വരാനും പറ്റത്തില്ല. അപ്പോൾ തുണിയൊന്നും കഴുകി സഹായിക്കാൻ സമയമില്ല. രാവിലെ 7:30 പോണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആ തുണി കഴുകുന്ന സമയം കൊണ്ട് എൻ്റെ മോള് കുറച്ചൊക്കെ തൂത്ത് തന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് നല്ലോണം മിറ്റുണ്ട് കേട്ടോ തൂത്ത് വാരാനൊക്കെ. അപ്പം അതൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ വന്നിട്ട് തൂക്കുന്ന സ്റ്റൈലൊക്കെ നിങ്ങൾ കണ്ടോ. പിന്നെ മോൻ കുറച്ച് തുണി കഴുകാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി ഞാനങ്ങ് ചെയ്തു, കാരണം എല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഞാനും മക്കളും കൂടി എന്താ പറയുക, ഒത്തു നിന്നാട്ടോ തുണി കഴുകിയതും മിറ്റം തൂത്ത്. കാരണം എനിക്ക് കുറച്ച് വയ്യാഴിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മക്കൾ സഹായിച്ചൊക്കെ തരൂ കേട്ടോ, നടുവയ്യാത്തേക്ക് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്ക് മീൻ കറിയും ചോറും ഒക്കെ വെച്ച് കുറേ പാത്രങ്ങളൊക്കെ മിക്സിയുടെ ജാറൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നമ്മൾ പാത്രത്തിലൊക്കെ ഈ കരി അടുപ്പിലാട്ടോ. പിന്നെന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ കറിയൊക്കെ സെറ്റായി റെഡിയായി കേട്ടോ. ചോറും കറിയും റെഡിയായി. ഇന്ന് തോരനും അവിയലും ഒന്നും വെച്ചിട്ടില്ല, അടുപ്പിലായതുകൊണ്ട് പിന്നെ ഒരു കറിയും ചോറും വെച്ചതാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടു. നേരെ റൂമിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഒരു മല പോലത്തെ തുണിയുണ്ട് എനിക്കിനി മടക്കാൻ. ഇനി ഈ തുണികളും കൂടി മടക്കി എൻ്റെ ജോലി തീരും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോൾ എൻ്റെ മോൻ അവിടെ കിടക്കും, റെസ്റ്റ് എടുക്കുക കേട്ടോ. ജോലി ചെയ്ത് സഹായിച്ച കുട്ടിയല്ലേ. പിന്നെ അതേ പെങ്കൊച്ചടുക്കളയിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഞങ്ങളെ വിശേഷങ്ങളാണ് നിങ്ങളിലോട്ട് തരുന്നത്. അപ്പോൾ ശരി, ടാറ്റാ.